ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തത് ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്യുകയാണ്. അതായത് എൻ്റെ മോളെ പ്രീ ബർത്ത്ഡേ ഷൂട്ടാണ് കേട്ടോ. സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് സാധാരണ നമ്മൾ കൂടുതൽ നമുക്കൊരു ഇഷ്ടം വരിക ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്കങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ദുബായിലായിരുന്നു. അവിടെ നമ്മളങ്ങനെ അന്വേഷിച്ചും കാര്യങ്ങളൊന്നുമില്ല. നോർമലി നമ്മൾ റൂമിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് ഫോണിൽ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ബർത്ത്ഡേക്ക് ഏതായാലും അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ ആ ഒരു ടീമിനെ ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ മുറിഞ്ഞമാട് എന്നുള്ള സ്ഥലമായിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരുവിധം എല്ലാ ബ്രൈഡലിൻ്റെയും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബർത്ത്ഡേനൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ് നമ്മൾ അരീക്കോടുള്ള കീപ്പറമ്പ് ഈ ഒരു ഭാഗത്തുള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു 9 മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. 9 മണിക്ക് എത്തിയിട്ട് പോലും അവിടെ ഭയങ്കര വെയിലാണ്. പിന്നെ അവർ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നതുകൊണ്ട് അവർ കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോഴത്തേനും. അങ്ങനെ അവർ വരാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ തന്നെ എന്ത് ചെയ്ത് മോള് ഒരു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ അവൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ വന്നത്. അധികം ഓവർ ഹെവി വർക്കുള്ളോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. കാരണം ഒന്നാമത് ചൂടും കൂടി ആകുമ്പോൾ തീരെ അവൾ ഇടാൻ കൂട്ടേക്കൂല. പിന്നെ അവൾക്ക് അങ്ങനെ ഫ്രോക്കോ നെച്ചിൻ്റെ ഡ്രസ്സിനോടൊന്നും തീരെ താല്പര്യമില്ല. പിന്നെ അവിടെ ഓപ്പൺ ആവൽ 3 മണിക്കാണ് കേട്ടോ. അതുകൊണ്ട് കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. പക്ഷേ നമ്മളെ കണ്ടതുകൊണ്ട് അവിടെ ഉള്ളൊരു കാക്ക, അയാളെ വീട് അവിടെ അടുത്ത് തന്നെ. ആ കാക്ക വന്നിട്ട് നമുക്ക് കട തുറന്ന് പിന്നെ അവിടെ സർബത്തും വെള്ളമൊക്കെ കുടിച്ചപ്പോഴാണ് കേട്ടോ നമുക്ക് ആശ്വാസമായത്. നമ്മൾ 3 ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് തീർന്നു. അങ്ങനെ അവർ വന്ന് അവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും മക്കളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര വെയിലാണ്. നമ്മൾ ഈ ഒരു വെള്ളം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തണലുള്ള വേറൊരു ഭാഗമുണ്ട്. അവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മാഷാ അല്ലാഹ് ഫൈനലി ഇത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ട്. ഞാൻ അവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് അതേ ഒരു കളർ തീമിൽ തന്നെയാണ് എനിക്കും ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു തീം വെച്ചിട്ടാണ് ബലൂണിൻ്റെ കളറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. അവൾ ആ കസേരയിൽ ഇരിക്കാൻ അധികം കൂട്ടാക്കിയിട്ടൊന്നുമില്ല. എന്നാലും ഒരുവിധം ഒപ്പിച്ചെടുത്തു. പിന്നെ നമ്മൾ അധികം നിർബന്ധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ചൂടുണ്ട്. ഈ ഒരു ദിവസം പിന്നെ പ്രത്യേക അറിയിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ആരെയും ഇറക്കരുത് എന്നൊക്കെ സെക്യൂരിറ്റിയാണ് ഈ ആ സൈഡിൽ ഉണ്ടായത് കേട്ടോ. കാരണം പ്രത്യേക ചൂടുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ പോയതിന് ശേഷമാണ് ആ സെക്യൂരിറ്റി അവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞ് വീണ്ടും ആ ഷോപ്പിൽ നിന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അവൾ ഇതാ കണ്ണാടിയിലൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവൾക്കൊരു സമാധാനമായത്. അതുപോലെ തന്നെ ആ കാക്ക അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു പോകാൻ ഓട്ടോ കിട്ടിയത്. ഇതൊരു ഉള്ളേരിയയിലാണ് നമുക്ക് ഓട്ടോ കിട്ടിയതൊക്കെ ചെയ്തത് കേട്ടോ. ആ കാക്ക പോകാൻ നേരം വീണ്ടും ഇറങ്ങി വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും സർബത്തൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ആ ഹോട്ടലിലേക്ക് കയറി കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടൊന്നുമില്ല. ഒരു 11:30 ആയിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ചു ഒരുപാട് ടൈമായിട്ടുണ്ട്, കുറേ നേരം ഫോട്ടോ എടുത്തെന്നൊക്കെ നമുക്ക് വെറുതെ തോന്നിയത്. ചൂടും കൂടി ആയപ്പം നമുക്കങ്ങനെ വെറുതെ തോന്നിയത് കുറേ ടൈമായി ക്ഷീണിച്ച് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. ടൈം ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ബിരിയാണി മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്ത് ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ AC-ൻ്റെ ഇതിൽ കിടന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സുഖം കിട്ടി. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമുക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അമ്മക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും വന്നതുമാണ്, അധികം ടൈം ആയിട്ടില്ല, മോൾ അത്ര പിരിപ്പിരിപ്പാക്കണില്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ട്. അപ്പോൾ എന്നാൽ വിചാരിച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ 2-3 ഷോപ്പിൽ കയറി ഡ്രസ്സൊക്കെ നോക്കി. ഒരു ഷോപ്പിൽ നിന്ന് അമ്മക്ക് ഇഷ്ടപ്പെട്ട കിട്ടി കേട്ടോ. കുർത്ത സെറ്റ് കിട്ടി. അപ്പം നമ്മളത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ബർത്ത്ഡേൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.